വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പശുവിൻ പാൽ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന കിണ്ണത്തപ്പമാണ്. ബൗളിലേക്ക് അല്പം നെയ്യ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇത് എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം. 1/4 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. പാനിലേക്ക് 4 കപ്പ് പശുവിൻ പാൽ ഒഴിക്കാം. 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് പത്തിരി ഇടിയപ്പപ്പൊടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യരുത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ഏലക്കായ പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയൊന്നും പാടില്ല. 10 മിനിറ്റോളം നമുക്ക് ഏകദേശം എടുക്കും. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച് 1/4 കപ്പ് കടലപ്പരിപ്പും കൂടെ ചേർക്കാം. പ്രത്യേക ടേസ്റ്റാണ് കടലപ്പരിപ്പും കൂടെ ഇടുമ്പോൾ. ഇനി നമുക്ക് ഒരുപാടും കട്ടിയാവും പോകണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്രീസ് ചെയ്ത് വെച്ച ബൗളിലേക്ക് ചേർക്കാം. ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ പ്രത്യേകത, ഇത് നമുക്കൊരു പുഡിംഗ് പോലെയും കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇനി നമുക്കത് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഡീമോൾഡ് ചെയ്യാം. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.